ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സൂപ്പിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ക്യാപ്സിക്കം, അതുപോലെ തന്നെ കാബേജ്, സുക്കീനി, പിന്നെ സ്വീറ്റ് കോൺ ആണ് എടുത്തിട്ടുള്ളത്. എല്ലാം 1 കപ്പ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു 5 പച്ചമുളക്, ഒരു 4 വെളുത്തുള്ളിയുടെ അല്ലി ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷനും, പിന്നെ ഒരു 1/4 കപ്പ് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പോർഷൻ കട്ട് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം, ഒട്ടും കട്ടയില്ലാതെ. ഇനി നമുക്ക് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷൻ കൂടി ആഡ് ചെയ്യുക. ഇതും ഒന്ന് ചെറുതായി സോട്ടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് അതിലേക്ക് ആഡ് ചെയ്യുക. ഫസ്റ്റ് ഞാൻ ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്യാപ്സിക്കം, കാബേജ്, നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബ്രൊക്കോളി, കോളിഫ്ലവർ, ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളതിൽ ഉള്ള വെജിറ്റബിൾസ് വെച്ചിട്ടും നമുക്ക് ഈ ഒരു സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇനി എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി, ഒരുപാട് വേവിച്ചെടുക്കണ്ട. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണിത്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എങ്കിലേ ആ വെജിറ്റബിൾസിൻ്റെ ആ ഒരു ഫ്ലേവർ ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു 5-10 മിനിറ്റ് അതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ചില്ലി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് കൂടി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിക്കാക്കി എടുക്കുക. നിങ്ങൾക്ക് സൂപ്പിന് നല്ല തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലോർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചെറിയൊരു തിക്നെസ്സിന് ആക്കുന്നുള്ളൂ. ഇപ്പോൾ അതായത് നന്നായി തിളച്ച് ചെറുതായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പോർഷൻ കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ചൂട്ടോടെ തന്നെ സെർവ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.